പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം ഒന്നാം സെമസ്റ്ററിലെ വ്യാകരണ പഠനത്തിൻ്റെ 2025 ഏപ്രിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾക്ക് 14ാമത്തെ ചോദ്യമാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ചോദ്യം: വാചകം എന്നാൽ എന്ത്? വാചക ശബ്ദത്തെ എത്രയായി തരംതിരിക്കാം? വിവരിക്കുക. ഒരു ദ്രവ്യത്തെയോ ക്രിയയെയോ ഗുണത്തെയോ കുറിക്കുന്നത് വാചകം. ഒരു ദ്രവ്യത്തെയോ ക്രിയയെയോ ഗുണത്തെയോ കുറിക്കുന്നതാണ് വാചകം. അതായത് വാച്യമായ ഒരു അർത്ഥത്തെ കുറിക്കുന്നതാണ് വാചകം. വാച്യമായ ഒരു അർത്ഥത്തെ കുറിക്കുന്നതാണ് വാചകം. കേൾക്കുമ്പോൾ തന്നെ കൃത്യമായൊരർത്ഥം മനസ്സിൽ സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ് വാചകം എന്ന് വിളിക്കുന്നവ. കേൾക്കുമ്പോൾ തന്നെ കൃത്യമായൊരർത്ഥത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ് അവ. ഉദാഹരണം: കുട, വെണ്മ, നട, വിളക്ക്, കൂടം, തിളങ്ങി എന്നിവയെല്ലാം. വാചക ശബ്ദത്തെ നാമം, കൃതി, ഭേദകം എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. വാചക ശബ്ദത്തെ നാമം, കൃതി, ഭേദകം എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. നാമം എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദമാണ് നാമം. എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെ നമുക്ക് നാമം എന്ന് വിളിക്കാം. മനുഷ്യൻ, വൃക്ഷം, രാമൻ, വെള്ളം ഇതെല്ലാം നാമത്തിന് ഉദാഹരണമാണ്. നാമം എന്തിനെ കുറിക്കുന്നു? പേരിനെ കുറിക്കുന്നതാണ് നാമം. രണ്ടാമത്തേത് കൃതി. ക്രിയാവാചിയാണ് കൃതി. പോകുന്നു, നടക്കുന്നു, വരുന്നു, നിൽക്കുന്നു, പറക്കുന്നു ഇതെല്ലാം തന്നെ കൃതിയാണ്. മൂന്നാമത്തേത് ഭേദകം. ഗുണവാചിയായതാണ് ഭേദകം. ഗുണവാചിയാണ് ഭേദകം. കറുത്ത, വെളുത്ത, സുന്ദരൻ, മിടുക്കൻ ഇതെല്ലാം തന്നെ ഭേദകമാണ്. ഇനി നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കാം. വ്യാകരണ അധ്യാപനത്തിന് പൊതുവെ സ്വീകരിക്കുന്ന ആഗമന രീതിയെക്കുറിച്ച് വിവരിക്കുക. ഇന്ന് വ്യാകരണ അധ്യാപനത്തിന് പൊതുവെ സ്വീകരിക്കുന്നത് ആഗമന രീതിയാണ്. പ്രത്യക്ഷമായ ഒന്നിനെ ഊഹിച്ചെടുക്കുക എന്ന തത്വത്തെ അവലംബമാക്കിയുള്ളതാണ് ഈ രീതി. പ്രത്യക്ഷമായ ഒന്നിനെ ഊഹിച്ചെടുക്കുക എന്ന തത്വത്തെ അവലംബമാക്കിയത്. തത്വമാന രീതി അഥവാ ആഗമന രീതി എന്ന് ഇതിന് പേരുണ്ട്. തത്വമാന രീതി അല്ലെങ്കിൽ ആഗമന രീതി സ്വാഭാവികമായ രീതിയാണിത്. വിശേഷ്യത്തിൽ നിന്ന് സാമാന്യത്തിലേക്ക് എന്ന വിദ്യാഭ്യാസ തത്വം ഇവിടെ പിന്തുടരുന്നു. വിശേഷ്യത്തിൽ നിന്ന് സാമാന്യത്തിലേക്ക് എന്ന വിദ്യാഭ്യാസ തത്വമാണ് ഇവിടെ പിന്തുടരുന്നത്. ധാരാളം ഉദാഹരണങ്ങൾ നൽകി അവർക്ക് പൊതുവായ പ്രമാണം കണ്ടെത്തുന്നതാണ് ഈ രീതിയുടെ സ്വഭാവം. ഉദാഹരണമായി നാമം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ ചില നാമപദങ്ങൾ ഉദാഹരണമായി പറഞ്ഞു കൊടുക്കുന്നു. അതായത് ചില നാമങ്ങളാണ് പറയുന്നത്. ഇത് കുട്ടികളെ കൊണ്ട് പറയിക്കുന്നു. ഇങ്ങനെ ഉദാഹരണങ്ങളുമായി പരിചയപ്പെട്ട ശേഷം അവ ഉൾക്കൊള്ളുന്ന പൊതുതത്വങ്ങൾ കുട്ടികൾ അനുമാനിച്ചെടുക്കുന്നു. അതിന് അധ്യാപകൻ്റെ സഹായം വേണ്ടിവരും എന്ന വസ്തുത നാം മറക്കരുത്. പ്രമാണങ്ങൾ സ്വയം കണ്ടുപിടിക്കുന്നതിന് കുട്ടികളെ സഹായിക്കേണ്ടത് അധ്യാപകരാണ്. ഇങ്ങനെ നിരീക്ഷണം, താരതമ്യപ്പെടുത്തൽ, പ്രമാണ രൂപവൽക്കരണം, അഭ്യാസങ്ങൾ എന്നീ 4 ഘട്ടങ്ങൾ ഈ രീതിക്ക് ഉണ്ട്. ഈ രീതിക്ക് 4 ഘട്ടങ്ങളാണ് ഉള്ളത്. നിരീക്ഷണം, താരതമ്യപ്പെടുത്തൽ, പ്രമാണ രൂപവൽക്കരണം, അഭ്യാസം എന്നിങ്ങനെ. യുക്തമായ കുറേ ഉദാഹരണങ്ങൾ നൽകി അവ നിരീക്ഷിക്കാനുള്ള അവസരം ആദ്യം കുട്ടികൾക്ക് നൽകുന്നു. അവ പരിശോധിച്ച് അവർ താരതമ്യ പഠനം നടത്തുന്നു. താരതമ്യ പഠനത്തിലൂടെ പ്രമാണങ്ങളിൽ എത്തിച്ചേരുന്നു. അവസാനം പ്രമാണങ്ങളും പ്രയോഗങ്ങളും ഉറപ്പിക്കാൻ ധാരാളം അഭ്യാസങ്ങൾ നൽകണം. തത്വാനുമാന രീതിയുടെ അവസാന ഘട്ടത്തിൽ തത്വസമർത്ഥന രീതിയും പ്രയോഗിക്കാം. അപ്പോഴേ പ്രയോഗങ്ങൾ ഉറപ്പിക്കാൻ കഴിയൂ. വ്യാകരണ അധ്യാപനത്തിൽ ഇന്ന് സർവ്വസാധാരണമായി ഈ സമ്പ്രദായം സ്വീകരിച്ചിരിക്കുന്നു. വ്യാകരണ നിയമങ്ങൾ തത്വാനുമാന രീതിയിൽ പഠിപ്പിക്കണം. തുടർന്ന് തത്വസമർത്ഥന രീതി അവലംബിച്ച് അഭ്യാസങ്ങൾ നൽകണം. കുട്ടികൾക്ക് വ്യാകരണ പഠനത്തിൽ താൽപ്പര്യം ജനിപ്പിക്കാൻ ഈ രീതി പര്യാപ്തമാണ്. വ്യാകരണം ഫലപ്രദമായി പഠിപ്പിക്കാൻ അധ്യാപകൻ്റെ ആത്മാർത്ഥമായ പ്രയത്നം ആവശ്യമാണ്. മാത്രമല്ല
വ്യാകരണത്തിൽ വേണ്ടത്ര അവഗാഹവും ബോധപൂർവമായ സമീപനവും ഉണ്ടെങ്കിലേ പഠനം വിജയിക്കുകയുള്ളൂ. ഗദ്യമോ കവിതയോ പഠിപ്പിക്കുന്നതിനേക്കാൾ വിഷമകരമാണ് വ്യാകരണാധ്യാപനം. 16ാമത്തെ ചോദ്യം പരിശോധിച്ചാലോ? വിഭക്ത്യാഭാസം എന്നാൽ എന്ത്? എത്ര വിധം? വിഭക്തി പ്രത്യയങ്ങളെ കൂടാതെ ഗദ്യ പോലുള്ള രൂപങ്ങൾ അവതരിപ്പിച്ച് അതിനു പുറമെയുള്ള ചില വിശേഷ രൂപങ്ങളെ, പ്രയോഗങ്ങളെ കേരള പാണിനി അടയാളപ്പെടുത്തുന്നുണ്ട്. അവക്കാണ് വിഭക്ത്യാഭാസം എന്ന് പേര് വിളിക്കുന്നത്. വിഭക്തി പ്രത്യയങ്ങളെ കൂടാതെ ഗദ്യ പോലുള്ള രൂപങ്ങൾ അവതരിപ്പിച്ച് അതിന് പുറമെയുള്ള ചില വിശേഷ രൂപങ്ങളെ അല്ലെങ്കിൽ പ്രയോഗങ്ങളെ കേരള പാണിനി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവക്കാണ് വിഭക്ത്യാഭാസം എന്ന് നാം വിളിക്കുന്നത്. അവയെ 3ആയിട്ട് തരംതിരിക്കാം. വിലക്ഷണ വിഭക്തികളാണ് വിഭക്ത്യാഭാസം എന്ന് പറയാറുണ്ട്. വിലക്ഷണ വിഭക്തികളാണ് എല്ലാ നാമങ്ങളോടും ചേരാതെ ചില വിഭക്തികളുടെ അർത്ഥം കാണിക്കുന്ന പ്രത്യയങ്ങൾ എന്നാണ് ശേഷഗിരി പ്രഭുവും വിഭക്ത്യാഭാസങ്ങളെ നിർവചിച്ചിട്ടുള്ളത്. ഒന്നും കൂടി പറയാം. എല്ലാ നാമങ്ങളോടും ചേരാതെ ചില വിഭക്തികളുടെ അർത്ഥം കാണിക്കുന്ന പ്രത്യയങ്ങൾ എന്നാണ് ശേഷഗിരി പ്രഭു വിഭക്ത്യാഭാസങ്ങളെ നിർവചിച്ചിട്ടുള്ളത്. വിഭക്ത്യാഭാസങ്ങളെ 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അവ ഗിലം, ലുപ്തം, ഇരട്ടിപ്പ് എന്നിവയാണ്. ഗിലം, ലുപ്തം, ഇരട്ടിപ്പ്. ഗിലം എന്നാൽ ചില വിഭക്തികൾ എല്ലാ നാമങ്ങളിലും കാണുകയില്ല. അവയെയാണ് ഗിലം എന്ന് പറയുന്നത്. ചില വിഭക്തികൾ എല്ലാ നാമങ്ങളിലും കാണുകയില്ല. അവക്ക് ഗിലം എന്ന് വിളിക്കാം. ഉദാഹരണമായി ആധാരികക്ക് പറയുന്ന കൽ പ്രത്യയം ബഹുവചനങ്ങളിൽ പ്രയോഗിക്കാറില്ല. ആധാരികക്ക് പറയുന്ന കൽ പ്രത്യയം ബഹുവചനങ്ങളിൽ പ്രയോഗിക്കാറില്ല. ഏകവചനത്തിൽ എല്ലാ നാമങ്ങളോടും ചേരാറുമില്ല. ഏകവചനത്തിലാകട്ടെ എല്ലാ നാമങ്ങളോടും ചേരാറില്ല. ഉദാഹരണം പഠിക്കൽ, അത് ഏകവചനമാണ്. ഇനി പടികളിൽ ബഹുവചനം. രണ്ടാമത്തേത് ലുപ്തം. ചില വിഭക്തി രൂപങ്ങളിൽ പ്രത്യയം ലോപിച്ച് അംഗം മാത്രമായി നിൽക്കുന്നത് കാണാം. ചില വിഭക്തി രൂപങ്ങളിൽ പ്രത്യയം ലോപിച്ച് അംഗം മാത്രമായി നിൽക്കുന്നത്. ഉദാഹരണം അക്കാലത്ത്. അക്കാലത്തിൽ എന്നതാണ് അക്കാലത്ത്. ഇക്കാലത്ത്, ഇക്കാലത്തിലായിരുന്നു ഇക്കാലത്ത്. ഇനി 3ാമത്തേത് ഇരട്ടിപ്പ്. മറ്റു ചില സന്ദർഭങ്ങളിൽ ചില വിഭക്തിക്ക് മേൽ മറ്റൊരു വിഭക്തി കൂടി വരുന്നതായി കാണാം. ചില സന്ദർഭങ്ങളിൽ ഒരു വിഭക്തിയുടെ മുകളിൽ മറ്റൊരു വിഭക്തി വരുന്നതാണ്. ഉദാഹരണം വെള്ളത്തിലേക്ക്. ഈ വെള്ളത്തിലേക്ക് എന്തെങ്ങനെ തിരിക്കാം നോക്കാം. വെള്ളം അധികം ഇൽ. ഇൽ എന്നത് ആധാരിക പ്രത്യയമാണ്. ഇനി വെള്ളത്തിലേക്ക് എന്നല്ലേ, വെള്ളം അധികം ഇൽ അധികം ക്ക് എന്നതാണ്. വെള്ളം അധികം ഇൽ അധികം ക്ക്. അപ്പോൾ ഇല്ലത് ആധാരികയാണ്, ക്ക് എന്നത് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് എന്നിടത്ത് 2 വിഭക്തികൾ ചേരുന്നത് കാണാം. അപ്പം മറ്റു ചില സന്ദർഭങ്ങളിൽ ഒരു വിഭക്തിയുടെ മേൽ മറ്റൊരു വിഭക്തി വരുന്നതാണ് ഇരട്ടിപ്പ് എന്നത്. ചോദ്യം നമ്പർ 17. മലയാളത്തിലെ അക്ഷരസംഖ്യയെ സംബന്ധിച്ച വിവിധ വ്യാകരണ മതങ്ങൾ ക്രോഡീകരിക്കുക. ലീലാതിലകം എന്ന കൃതിയിൽ ദ്രമിഡ സംഘാതാക്ഷരം, ദ്രാവിഡ അക്ഷരമാലയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ സ്വരാക്ഷരങ്ങൾ 12ഉം വ്യഞ്ജനാക്ഷരങ്ങൾ 18ഉമാണ്. 12 സ്വരങ്ങളും 18 വ്യഞ്ജനങ്ങളും അടങ്ങിയതാണ് ദ്രമിഡ സംഘാതാക്ഷരം. ഭാഷയിലെ പ്രാചീന സാഹിത്യകൃതികളിൽ ദ്രമിഡ സംഘാതാക്ഷരമാണ് കാണുന്നത്. ഹെർമൻ ഗുണ്ടറ്റിൻ്റെ മലയാള ഭാഷാ വ്യാകരണം എന്ന കൃതിയിൽ മലയാള അക്ഷരമാലയിൽ 50 അക്ഷരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ സ്വരങ്ങൾ 12ഉം വ്യഞ്ജനങ്ങൾ 38ഉമാണ്. സ്വരാക്ഷരങ്ങൾ 12 എണ്ണം, വ്യഞ്ജനാക്ഷരങ്ങൾ 38ഉം. AR രാജരാജവർമ്മയുടെ അഭിപ്രായത്തിൽ മലയാള അക്ഷരമാല സംഖ്യ 53ആണ്. മലയാള അക്ഷരമാല സംഖ്യ 53ആണ്. സ്വരങ്ങളെ ഹ്രസ്വമെന്നും ദീർഘമെന്നും തിരിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അക്ഷരങ്ങളെ സ്വരങ്ങൾ എന്നും വ്യഞ്ജനങ്ങളെന്നും 2ആയി തിരിക്കാവുന്നതാണ്. സ്വരങ്ങൾക്ക് വ്യഞ്ജനങ്ങൾ എന്ന പോലെ ഹ്രസ്വ ദീർഘഭേദമുണ്ട്. സന്ധ്യാക്ഷരങ്ങൾ സമാനാക്ഷരങ്ങൾ എന്ന ഭേദവുമുണ്ട്. സന്ധ്യാക്ഷരം എന്നാൽ സ്വരവും കൂടിച്ചേർന്നുണ്ടാകുന്ന അക്ഷരമാണ്. സന്ധ്യാക്ഷരം സ്വരവും കൂടിച്ചേരുന്നതാണ്. സന്ധ്യാക്ഷരം അല്ലാത്തവയെല്ലാം സമാനാക്ഷരമാണ്. വ്യഞ്ജനാക്ഷരങ്ങളെ വർഗാക്ഷരങ്ങൾ,
മധ്യമാക്ഷരങ്ങൾ, ഊഷ്മാക്കൾ, ഘോഷി, ദ്രാവിഡ മധ്യമം, ദ്രാവിഡ അനുനാസികം എന്നിങ്ങനെ വിഭജിച്ചിരിക്കുന്നു. വർഗാക്ഷരങ്ങളെ ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം എന്നിങ്ങനെ 5ആയി വിഭജിക്കാം. വർഗാക്ഷരങ്ങളെ സ്പർശാക്ഷരങ്ങൾ എന്ന് പറയും. ഭാഷയിൽ കേരളപാണിനി പ്രകാരം 16 സ്വരങ്ങളും 37 വ്യഞ്ജനങ്ങളുമാണ് ഉള്ളത്. 16 സ്വരങ്ങളും 37 വ്യഞ്ജനങ്ങളും. ഇങ്ങനെ മൊത്തം 53 വർണ്ണങ്ങൾ കേരളപാണിനി പറയുന്നുണ്ട്. വത്സ്യവർഗത്തിലെ ഖരത്തെപ്പറ്റി ഇവിടെ ഒന്നും പറയുന്നില്ല. എറുവിൻ്റെ ദീർഘരൂപവും എനുവും എനുവിൻ്റെ ദീർഘരൂപവും മലയാള ലിപിയിൽ ഉണ്ടെന്നല്ലാതെ അവ ചേർന്നുള്ള പദങ്ങളൊന്നും തന്നെയില്ല. മലയാള ഭാഷാ വ്യാകരണം തയ്യാറാക്കിയവർ അക്ഷരസംഖ്യകളെ വ്യത്യസ്തമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണാം. ഗുണ്ടർട്ട് 50 അക്ഷരങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജോർജ് മാത്തൻ 51 അക്ഷരങ്ങളാണ് പറയുന്നത്. പാച്ചുമുത്തത് 52, കോവണ്ണി നെടുങ്ങാടി 55, ശേഷഗിരി പ്രഭു 54, പി.കെ. നാരായണ പിള്ള 53, കുട്ടിക്കൃഷ്ണമാരാർ 51, ജോൺ കുന്നപ്പള്ളി 54, സി വി വാസുദേവ ഭട്ടതിരി 48, കെ സുകുമാരപിള്ള 48, കെ എം പ്രഭാകര വാര്യർ 45, വി ആർ പ്രബോധചന്ദ്രൻ 50, ഇ വി എൻ നമ്പൂതിരി 49, ടി ബി വേണുഗോപാല പണിക്കർ 52. വർണ്ണം, അക്ഷരം, ലിപി എന്നീ സങ്കല്പനങ്ങൾ കെട്ടുപിണഞ്ഞു പോയതുകൊണ്ടും മലയാളത്തിലെ തനത് അക്ഷരങ്ങളായി എങ്ങനെയെല്ലാം കണക്കാക്കണം എന്ന കാര്യത്തിലുള്ള സന്ദേഹവുമാണ് ഈ അഭിപ്രായങ്ങൾക്ക് ഇട നൽകിയത്. അക്ഷരസംഖ്യയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളിൽ വ്യത്യാസം നമുക്ക് കാണാം. ഒരേ സംഖ്യ നിർദ്ദേശിക്കുന്നവർ തന്നെ വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്ന കാര്യത്തിൽ യോജിക്കുന്നില്ല. അഭിപ്രായ വ്യത്യാസത്തിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അം, ഇക്ഷ എന്നിവയെ വർണ്ണമാലയിൽ ചേർക്കേണ്ടതില്ല. കാരണം അവ സംയുക്ത വർണ്ണങ്ങളാണ്. വിസർഗം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉച്ചാരണം പരവർണ്ണകരം മാത്രമാണ്. ഉദാഹരണം അന്തഃപുരം, അന്തഃപുരം. അപ്പോൾ വിസർഗത്തിൻ്റെ ആവശ്യം മലയാളത്തിലില്ല. ഉത്തരപദാദിയിൽ സംയുക്ത വർണ്ണമായാൽ ഇരട്ടിപ്പ് ആവശ്യമില്ല. പുനഃപ്രതിഷ്ഠ, പുനർപ്രതിഷ്ഠ എന്നത്. ഇനി വ്യാകരണപരമായ സവിശേഷതകൾ ഉള്ളതുകൊണ്ട് സമൃദ്ധോകാരത്തെ അടിസ്ഥാന വർണ്ണമാലയിൽ ഉൾപ്പെടുത്തുക. വ്യാകരണപരമായ സവിശേഷതകൾ ഉള്ളതുകൊണ്ട് സമൃദ്ധോകാരത്തെ അടിസ്ഥാന വർണ്ണമാലയിൽ ഉൾപ്പെടുത്തണം. ഉച്ചാരണപരമായി ഐകാര ഔകാരങ്ങൾക്ക് സംയുക്ത സ്വരങ്ങളാണെങ്കിലും അവ ഒറ്റ സ്വരത്തെ പോലെയാകയാൽ അവയെ വർണ്ണമാലയിൽ ഉൾപ്പെടുത്തുക. ഉച്ചാരണപരമായി ഐ, ഔ എന്നീ സംയുക്ത സ്വരങ്ങളാണെങ്കിലും അവ ഒറ്റ സ്വരത്തെ പോലെയാകയാൽ അവയെ വർണ്ണമാലയിൽ ഉൾപ്പെടുത്തണം. വർസ്യ ഖരാനുനാസികങ്ങൾക്ക് സ്പഷ്ടമായ ഉച്ചാരണ ഭേദവും അർത്ഥ വ്യാവർത്തന ശേഷിയും ഉള്ളതുകൊണ്ട് അവയെ അടിസ്ഥാന വർണ്ണമാലയിൽ ചേർക്കണം. ഇന്ന് ഭാഷയിൽ 49 അക്ഷരങ്ങളാണ് പ്രയോഗത്തിലുള്ളത്. 18ാമത്തെ ചോദ്യം, വർണ്ണമാല, അക്ഷരമാല വിവേചിക്കുക. ഒരു ഭാഷയിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളുടെ അഥവാ വർണ്ണനങ്ങളുടെ ക്രമബദ്ധമായ കൂട്ടത്തെയാണ് അക്ഷരമാല അഥവാ ആൽഫബറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ഭാഷയിലെ എഴുതാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളുടെ അഥവാ വർണ്ണങ്ങളുടെ ക്രമബദ്ധമായ കൂട്ടം. ലളിതമായി പറഞ്ഞാൽ ഒരു ഭാഷയിലെ വാക്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന യൂണിറ്റുകളാണ് അക്ഷരങ്ങൾ. ഒരു ഭാഷയിലെ വാക്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന യൂണിറ്റുകളാണ് അക്ഷരങ്ങൾ. ഇവയെ ഒരു നിശ്ചിത ക്രമത്തിൽ അടുക്കി വെച്ചിരിക്കുന്നതിനെയാണ് അക്ഷരമാല എന്ന് പറയുന്നത്. മലയാള അക്ഷരമാലയിൽ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അക്ഷരം എന്നാൽ നാശമില്ലാത്തത് എന്നാണ് അർത്ഥം. അക്ഷരം എന്നാൽ നാശമില്ലാത്തത്. മാല എന്നാൽ നിര അല്ലെങ്കിൽ കൂട്ടം, അതായത് ഭാഷയിലെ വർണ്ണങ്ങളുടെ നിര എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് വർണ്ണമാല എന്താണെന്ന് നോക്കാം. ഒരു ഭാഷയിലെ ഉച്ചരിക്കപ്പെടുന്ന ഏറ്റവും ചെറിയ ശബ്ദ വിഭാഗങ്ങളാണ് വർണ്ണങ്ങൾ. ഒരു ഭാഷയിലെ ഉച്ചരിക്കപ്പെടുന്ന ഏറ്റവും ചെറിയ ശബ്ദ വിഭാഗമാണ് വർണ്ണങ്ങൾ. ഈ വർണ്ണങ്ങളെ ഒരു നിശ്ചിത ക്രമത്തിൽ അടുക്കി വെച്ചിരിക്കുന്നതിനെയാണ് വർണ്ണമാല എന്ന് പറയുന്നത്. പലപ്പോഴും അക്ഷരമാലയും വർണ്ണമാലയും ഒന്നാണ് എന്ന ധാരണ പലരിലും ഉണ്ട്.
ഇവ തമ്മിൽ സാങ്കേതികമായി ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വർണ്ണം എന്നാൽ ഭാഷയെ വിശകലനം ചെയ്യുമ്പോൾ ഇനി ഒരിക്കലും വിഭജിക്കാൻ കഴിയാത്ത ശബ്ദ യൂണിറ്റ് ആണ്. വർണ്ണം എന്ന് പറയുന്നത് ഭാഷയെ വിശകലനം ചെയ്യുമ്പോൾ ഇനി ഒരിക്കലും വിഭജിക്കാൻ കഴിയാത്ത ശബ്ദ യൂണിറ്റ് ആണ്. ഉദാഹരണത്തിന് ക എന്നത് അക്ഷരമാണ്, എന്നാൽ അതിനെ വിഭജിച്ചാൽ ക അധികം ആ എന്ന് ലഭിക്കുന്നു. കായെ വിഭജിക്കുകയാണെങ്കിൽ ക അധികം ആ. ഇതില് ക എന്നതും ആ എന്നതും വർണ്ണങ്ങളാണ്. സ്വരങ്ങളോ സ്വരം ചേർന്ന വ്യഞ്ജനങ്ങളോ ആണ് അക്ഷരങ്ങൾ. സ്വരങ്ങളോ സ്വരം ചേർന്ന വ്യഞ്ജനങ്ങളോ ആണ് അക്ഷരങ്ങൾ. അക്ഷരം പദാംഗമാണ്. ഉച്ചരിക്കുന്ന ഓരോ ഘടകവും ഓരോ അക്ഷരമാണ്. ഉച്ചരിക്കുന്ന ഓരോ ഘടകവും ഓരോ അക്ഷരമാണ്. മലയാളം പോലെയുള്ള ഭാഷകൾ സ്വീകരിച്ചിരിക്കുന്നത് അക്ഷരമാലയാണ്. അക്ഷരമാലയെ കുറിക്കാൻ എഴുത്തിൽ അക്ഷരലിപി ഉപയോഗപ്പെടും. വർണ്ണങ്ങൾ ഏതു രീതിയിൽ ഉച്ചരിക്കണമെന്നതിൻ്റെ നിർദ്ദേശമാണ് സ്പെല്ലിംഗ്. വർണ്ണമാല സ്വീകരിച്ചിരിക്കുന്ന ഭാഷകളിലാണ് സ്പെല്ലിങ്ങിൻ്റെ സ്വാധീനം അതിരൂഢമായിരിക്കുന്നത്. മലയാളം പോലെ അക്ഷരമാല സ്വീകരിച്ചിരിക്കുന്ന ഭാഷകളിൽ സ്പെല്ലിങ്ങിൻ്റെ കാര്യമായ സ്വാധീനം ചെലുത്തുന്നില്ല. ഇംഗ്ലീഷ് ഭാഷയിൽ സ്പെല്ലിങ്ങിൻ്റെ സാന്നിധ്യം നമുക്ക് ചിരപരിചിതമാണ്. ഇംഗ്ലീഷിൽ DOG എന്നെഴുതിയാൽ ഡോഗ് എന്നാണ് വായിക്കുന്നത്, DOG എന്നല്ല. സ്വരം ചേരാത്ത വ്യഞ്ജന രൂപങ്ങളാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. സ്വരം ചേരാത്ത വ്യഞ്ജന രൂപങ്ങളാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. അതായത് വർണ്ണമാലയാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്. അതേസമയം മലയാളത്തിൽ വ്യഞ്ജനങ്ങളിൽ സ്വരം ചേർത്താണ് എഴുതുന്നത്. ക എന്നല്ല ക എന്നാണ് മലയാളത്തിൽ എഴുതുന്നത്. ഇംഗ്ലീഷിൽ ഓരോ വാക്കിൻ്റെയും ഉച്ചാരണം പലതരത്തിലാകാൻ സ്പെല്ലിംഗ് എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ലിപിക്ക് ധ്വനിഭേദം വരുന്നു. ഇംഗ്ലീഷിലെ CAT, CUT എന്നീ പദങ്ങളുടെ ഉച്ചാരണവും എഴുത്തും ശ്രദ്ധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുന്നതാണ്. ഇംഗ്ലീഷിൽ വർണ്ണമാലയും മലയാളത്തിൽ അക്ഷരമാലയുമാണ് ഉള്ളത്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നു കേട്ടോ. വീണ്ടും ഒരിക്കൽ കൂടി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.